ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, ஆஃபீஸர் ஆன் டியூட்டி சீன் 7 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 6 வரைக்கும் ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்க. நம்ம பனி மூவி மாதிரி இந்த மூவி வந்து விறுவிறுப்பாக வந்து போயிட்டு இருக்கு. நம்ம சேட்டன் குஞ்சுகோபன் வந்து பார்த்தீங்கன்னா இன்வெஸ்டிகேஷன் வந்து பார்த்தீங்கன்னா விறுவிறுப்பாக வந்து நடத்தியிருக்காரு. அடுத்து என்ன அப்படிங்கிற மாதிரி தான் வந்து போயிட்டு இருக்கு. படத்தை வந்து பார்த்தீங்கன்னா ஃபுல்லாகவே வந்து பார்த்துடலாம்னு சொல்லிட்டு ஆசையாக இருக்குது. இருந்தாலும் வந்து பார்த்தீங்கன்னா நம்ம ரியாக்ஷனில் பார்த்தோம்போது அது த்ரில்லிங்காக வந்து இறையா இருக்குது. நம்ம அடுத்து என்ன சீன் பார்க்க போகிறதுக்கு முன்னாடி நம்ம சேனல் நீங்கள் யாரும் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்க. இப்போ வாங்க വീഡിയോക്കുள்ள പോலாம். ആ മാല പണയം വെച്ച പെൺകുട്ടി തിരിച്ചെത്തിയോ? സാർ അത് അന്വേഷിച്ചിട്ട് എന്ന് തന്നെ അറിയിക്കണം. ശരി സാർ. നിലയ്ക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതിനെ പറ്റി ആർക്കെങ്കിലും അറിയോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് എന്നോട് പറയാം. അങ്ങനെ എന്തെങ്കിലും. അങ്കിള് അവളിടയ്ക്ക് ഒരു ഫ്രണ്ടിനെ കാണാനായി പോയിരുന്നു. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോ സമയമായിട്ടില്ല, പിന്നെ പറയാനൊക്കെയാ പറഞ്ഞത്. ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല, കണ്ടില്ല. അവളുടെ ഒരു മാലയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിരുന്നു. അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? അങ്ങളെ അതുണ്ടായിക്കൊടുത്തത് ഞാനാ. അവളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അങ്കിളറിന് ഇഷോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്വല്ലറി ഉണ്ടാക്കിയതാണ്. അവളുടെ കയ്യിൽ നിന്ന് ആ മാല എങ്ങനെ നഷ്ടപ്പെട്ടത്? സാർ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ബൈക്കിൽ വന്നൊരു പൊട്ടിച്ചോണ്ട് വരാം. കള്ളം പറയരുത്. പൊട്ടിച്ചുകൊണ്ട് പോയതായിരുന്നെങ്കിൽ ഈ മാലയിൽ വിളക്കി ചേർത്ത് ഒരു പാടെങ്കിലും കണ്ടേ. ഇതിന്റെ കൂടെ പണയം വെച്ച വേറെ 2 മാലകളും എനിക്ക് കിട്ടി. ആ പെൺകുട്ടികൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറ. മോൾക്ക് ഒരു കുഴപ്പം വരാൻ ഞാൻ നോക്കിക്കോളാം. സാർ പ്ലീസ്, വേറെ ആരും ഇത് അറിയരുത്. അവൻ എനിക്ക് ഡ്രഗ്സ് ഒക്കെ തന്നെ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ഇവനാണോ? അല്ല, ഒരു തമിഴനായിരുന്നു. അവന്റെ വേറെ വല്ല ഡീറ്റെയിൽസ് കയ്യിലുണ്ടോ? അവൻ പറഞ്ഞതെല്ലാം ഫേക്കായിരുന്നു. ഈ മാല മോൾ അവന് കൊടുത്തതാണോ? അല്ല, എനിക്ക് ബോധം വന്നപ്പോ എന്റെ കഴുത്തിൽ മാല ഇല്ലായിരുന്നു. ശരി. അവരെത്ര പേരുണ്ടായിരുന്നു? 3 പേര്. ഇവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം? എനിക്കറിയില്ല സാറേ. ഇവനെ പിന്നെ ഇവന്റെ മാലകൾ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അത് കളഞ്ഞിട്ടേ സാറേ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീ കൊലക്കേസ് പ്രതിയാവും. പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല സ്റ്റേഷനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. സത്യമായിട്ട് കളഞ്ഞിട്ടേ സാറേ. സാറേ ഇതാ ഇപ്പോഴും സംഗതി. ഇത് കിട്ടിയ ഡേറ്റ് ഓർമ്മയുണ്ടോ? 3 മാസമായിക്കാണ് സാറേ. ഞാൻ കഴിഞ്ഞ തവണ ഗോവയ്ക്ക് പോകുന്നതിന്റെ തലേന്ന്. സാറേ ഇതാ ആ കുട്ടിയാ. ഇതേ ജീൻസ് ആയിരുന്നു.
റോസി സൂ ഇതാരാ? അത് ഇവിടുത്തെ പർച്ചേസ് മാനേജറാ സാർ. പ്ലേ. സാറ്, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ അവിടെ ഒരു പബ്ബിൽ വെച്ച് സ്ഥിരം കാണുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഇവിടെ വെച്ച് കണ്ടപ്പോ അറിയാത്ത ആളെ പോലെ. ഏത് പബ്ബിലാ കണ്ടത്? സർജാപ്പൂരുള്ള ബിഗ് ബ്രൂസ്കിലായിരുന്നു സാർ. ஓய் இவங்களுக்கெல்லாம் தெரியும்ல அவரை? ஐயோ, നമുക്ക് തിരിച്ച് ബാംഗ്ലൂർ പോവാം. തിരിച്ചു വരോ? The heck do you mean? അവരെന്നെ ഐഡന്റിഫൈ ചെയ്ത് ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. Stop the car. Stop the bloody car. ஓ Calm down. You guys go ahead. ഷാമിനെ നഷ്ടമായത് എനിക്കാണല്ലോ. Screw it. You good caravan. What the hell are you saying? ഷാമിനെ നഷ്ടപ്പെട്ട നിനക്ക് മാത്രമാണോ? He was like a brother to me. So quit being a little punk or else I'll... செலின், நீ முதல்ல கொஞ்சம் கூல் ஆகி நான் சொல்றது கேளு. நம்ம என்ன பண்ணாம தான் இருந்தோம், பண்ணிட்டோம்ல. பட் we got the wrong person. They've identified அண்ணா. அவ மட்டும் மாட்டினா நம்ம எல்லாருமே மாட்டிப்போம். அதனால இப்போதைக்கு இங்க இருந்து எங்கேயாவது மாறலாம். அவ சாவு அது நம்ம கையால தான். സാറിന് ഹരിശങ്കറിന്റെ കാര്യം DGPയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾക്കെതിരെ കേസെടുക്കാനാണ് DGP പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ചന്ദ്രബാബുവിന്റെ മകളുടെ സൂയിസൈഡിന്റെ പേരിൽ പൗരസമിതി കളക്ടറേറ്റ് മാർച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ്. സാർ, മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ജോഷ്വ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. ഞാൻ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്യട്ടെ. Wait, we'll see. സാർ, SP സാർ വിളിക്കുന്നു. Sit. തോമസിന്റെ മരണത്തിൽ തന്റെ ഫൈൻഡിങ്സ് എന്താണ്? സർ, തോമസിൻ്റെത് ഒരു കൊലപാതകമാണ്. അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിവെഞ്ചാണ്. അങ്ങനെ തോന്നാൻ കാര്യം? എന്റെ അന്വേഷണത്തിൽ തോമസിന് ഒരു തരത്തിലുമുള്ള ശത്രുക്കളുള്ളതായി അറിവില്ല. തോമസ് ജയിലിൽ നിന്നിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊലപാതകം നടത്തുകയും അതൊരു ആത്മഹത്യയാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഒരു പ്ലാനാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് റിവെഞ്ചാണെന്ന് പറയുന്നത്. ഇനി സസ്പെക്ട്സ്? സർ, കസ്റ്റഡിയിൽ മരിച്ച ശ്യാമിന്റെ ഫ്രണ്ട്സ് ആവാനാണ് സാധ്യത. ശ്യാമിന്റെ റിലേറ്റീവ്സ് ആയിക്കൂടെ? ബന്ധുക്കളാണെങ്കിൽ വൈകാരികമായിട്ടായിരിക്കും അവർ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. അത് വെട്ടിയോ കുത്തിയോ ഒക്കെ ആവാം. അതുകൊണ്ടാണ് ശ്യാമിന്റെ ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ സംശയിച്ചത്. ഈ ശ്യാം കുറെ നാളെ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അയാൾക്ക് നാട്ടിൽ അടുത്ത സുഹൃത്തുക്കളാരുമില്ല. ശ്യാമിന്റെ ലാപ്ടോപ്പിൽ അയാളെ റേപ്പ് ചെയ്ത പെൺകുട്ടികളുടെ വീഡിയോസും ഫോട്ടോസും ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഏഞ്ചൽ എന്ന കുട്ടിയോട് ഞാൻ സംസാരിച്ചു. ഏഞ്ചൽ കർണാടകയിൽ വെച്ച് തൂങ്ങി മരിച്ച CA ജോസഫ് ചെമ്പോലയുടെ മകളാണ്. ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തത് ശ്യാമല്ല, വേറെ 3 പേരാണ്. സർ, ഇതിന്റെ പിന്നിൽ ഒരു ഗ്യാങ് ഉണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചലിന്റെ വീഡിയോസ് ശ്യാമിന്റെ ലാപ്ടോപ്പിൽ വന്നത്. അതിനുശേഷം മാല പണയം വെച്ച ഹസീന എന്ന പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. അവൾക്ക് മാല കളഞ്ഞു കിട്ടിയതാണ്. അവൾ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസിൽ നിന്നു. അത് മിസ്സായത് ബാംഗ്ലൂരിലുള്ള ഈ കുട്ടിയുടെ കയ്യിൽ നിന്നാണ്. സർ, ഈ ഗ്രൂപ്പിന്റെ ബേസ് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് തന്നെ CA ജോസഫ് ചെമ്പലയുടെ മരണവും തോമസിന്റേതുപോലെ ഒരു വെൽ പ്ലാൻ മർഡർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സർ, ബാംഗ്ലൂർ പോയി അന്വേഷിക്കേണ്ടി വരും. സാറിന് പുറത്തു തന്നെ. സർ. ഷാവിലെ എനിക്ക് മാക്സിമം ഒരാഴ്ച ഹോൾഡ് ചെയ്യാൻ പറ്റും. ഷാവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിളിച്ചൊന്ന് സംസാരിക്കുക. ശരി സർ. ഷാവിലെ എന്റെ ബാറിന് മുമ്പില് ചെക്കിംഗ് ഇച്ചിരി കൂടുതലാ. ഒന്ന് നോക്കണേ. അതെ, ടാങ്ക് ഫുള്ളാ. നിങ്ങൾ പോണ വഴിക്ക് എന്റെ ബാറിലൊന്ന് കയറിക്കോ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടോ.